നീ ഒന്നും പറയരുത്. നീ എന്തിനു നിനക്ക് പരിചയമുള്ള ഒരുത്തൻ്റെ കടയിൽ പോയി? നീ എന്തിനു എനിക്കറിയാവുന്ന ഒരാളുടെ കടയിൽ ഞാൻ കയറി. അതെന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട്. ദിയ മിണ്ടാകരുത്. നീ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ലോജിക്കും ഇല്ല. ഞാൻ പറയുന്ന കാര്യങ്ങളിലാണെങ്കിൽ എല്ലാ ലോജിക്കും ഉണ്ട്. എനിക്കിപ്പോ നീ പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നത്. നീ എന്തോ ലോജിക്ക് പറയുന്നത്? ഇത് രണ്ടും എങ്ങനെ ഒരേപോലെ ആവുന്ന? നിനക്കറിയാവുന്ന ഒരു ചെറുക്കൻ്റെ കടയിൽ പോയി. എനിക്ക് ആ ചെറുക്കൻ ഇഷ്ടമല്ലെന്ന് നിനക്കറിയാമേ? എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാം. ഞാൻ ഇത്തിരി പൊസസീവ് ആണെന്ന് നിനക്കറിയാമേ? എന്നിട്ട് നീ എന്തിനാ അവൻ്റെ കടയിൽ പോയി? ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കടയിൽ പോയി. എന്നിട്ട് നീ എന്തിനു പോയി? അതുപോലെയാണ് എനിക്കറിഞ്ഞൂടാത്ത ഒരു പെൺകൊച്ചിനെ ഞാൻ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക്. ഞാൻ നിന്റെ അടുത്ത് അവളെ സ്വഭാവത്തെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പോയെങ്കിൽ ഇത് നമ്മൾ എന്ത് വ്യത്യാസമല്ല? നിൻ്റെ കൂട്ടുകാരികളെ കാണുമ്പോഴത്തേക്ക് ചിരിക്കുന്നതാണ്. അതേ നീ ഇല്ലാത്ത നേരത്തേക്ക് അവളെ നമ്പർ ഞാൻ വാങ്ങിയതാണ്. അത്രയും വലിയ കുഴപ്പത്തേക്ക് മെസ്സേജ് അയക്കാൻ അവളെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അതുപോലെയാണ് നീ എൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ ചിരിക്കുന്നത്, അവന് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് അതുപോലെ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. അതുപോലെയാണ്. അല്ല, നീ ഒരു പെൺകൊച്ചാണ്. വെറുതെ ടോക്സിക് കാമുകന്മാരെ പോലെ സംസാരിക്കരുത്. ഞാൻ ടോക്സിക്കാ? നീയാണ് ടോക്സിക്ക്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ചുമ്മാ പിടിച്ചിട്ട് ഓരോ വഴക്ക്, ഓരോ വള്ളിയൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരും. ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് ഇതിന് ചുമ്മാ കേന്ദ്രീ അടിക്കുന്നത്. എനിക്കൊന്നും കേൾക്കാണ്ട് ഞാൻ വെച്ചിട്ട് പോകണേ. എന്നെ ഇനി നീ ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തില്ല. കാര്യം നോ മോർ കമ്മിറ്റ്മെൻറ്റ്സ്. നിനക്കില്ലാത്ത കാര്യം ഞാൻ എന്തിനു?